അവസാന ലാപ്പിൽ തന്റെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ ബഹളത്തിന് മുന്നിൽ ഞെരിഞ്ഞമർന്നതാണ് സഭയിൽ കണ്ടത്. പോറ്റേ കേറ്റി എന്ന് പ്രതിപക്ഷം പാടുമ്പോൾ മറിച്ചൊന്നും പറയാനാകാതെ നാവിറങ്ങിയ മന്ത്രിമാരുടെ വലിയ നിരയാണ് ഇന്നലെ സഭ കണ്ടത്. പലപ്പോഴും സ്പീക്കറെ അടിച്ചമർത്തുന്ന പ്രസംഗങ്ങളുമായിട്ട് പ്രതിപക്ഷ MLA-മാർ ചാടി എഴുന്നേറ്റപ്പോൾ പമ്മി മാറാൻ മാത്രമേ ഭരണകേന്ദ്രങ്ങളിലുള്ളവർക്ക് സാധിച്ചുള്ളൂ. ഇന്നലെ സഭയിൽ അരങ്ങേറിയത് നാടകീയ സംഭവങ്ങളായിരുന്നു. സഭാ നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെ പോറ്റേ കേറ്റി എന്ന ഗാനമെഴുതിയ പ്ലക്കാർഡുമായി പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി. സ്പീക്കറുടെ ഇരിപ്പിടം മറച്ചുകൊണ്ട് ബാനർ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITക്ക് മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു സംഹാര താണ്ഡവമാടിയ VD സതീശനെയും നമ്മൾ കണ്ടു. ഇതോടെ മുട്ടാപ്പോക്ക് മറുപടിയുമായിട്ട് മന്ത്രി MB രാജേഷ് എത്തി. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാൻ പ്രതിപക്ഷത്തിന് ഭയമാണെന്നും ഭീരുത്വമാണ് പ്രതിപക്ഷത്തിനെന്നും തിണ്ണമെടുക്ക് കാണിക്കുകയാണെന്നുമാണ് തടിതപ്പാൻ വേണ്ടി അദ്ദേഹം മറുപടി പറഞ്ഞത്. സഭയ്ക്ക് പുറത്തും ഇരുപക്ഷങ്ങളും പരസ്പരം സ്വർണ്ണക്കൊള്ള തലയിൽ കെട്ടിവെക്കാനുള്ള നാടകങ്ങൾ നടത്തി. ഇവിടെ നമുക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു നിയമസഭ ഇത്രയും വലിയ കൊള്ളയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത്. CPM-ന്റെ ഇതിലെ പങ്ക് എത്രയും നിറഞ്ഞിട്ടും സഖാക്കൾ പലതും ജയിലിലായിട്ടും ഒരു കൂസലമില്ലാതെ സോണിയാഗാന്ധി ഈ വിഷയത്തിലെടുത്തിടാൻ നോക്കിയ V ശിവൻകുട്ടി മന്ത്രിയുടെ നാടകവും നമ്മൾ കണ്ടു. ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും കോൺഗ്രസ് എന്ന പാർട്ടി ഭരണപക്ഷത്തോട് സഭയിൽ കാണിക്കുന്ന മാന്യത ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അത് വ്യക്തമാക്കേണ്ടത് ഇപ്പോഴില്ല, കുറച്ചു കാലം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ്. 2015-ൽ നാം കണ്ടത് മറ്റൊരു നിയമസഭയായിരുന്നു. അന്ന് ബാർക്കോഴ വിവാദത്തിൽപ്പെട്ട മന്ത്രി KM മാണി ബജറ്റ് അവതരിപ്പിക്കുന്നത് തടയാനായിട്ട് LDF നടത്തിയ അഴിഞ്ഞാട്ടം മലയാളികൾ മറന്നിട്ടില്ല. സ്പീക്കറുടെ കസേരകൾ തള്ളിയിട്ടും മൈക്കുകൾ വലിച്ചെറിഞ്ഞും സഭയെ യുദ്ധക്കളമാക്കിയവർ അന്ന് ഉയർത്തിയത് ധാർമ്മികതയുടെ വൻ മതിലുകളായിരുന്നു. സ്പീക്കറുടെ ചേംബറിൽ ചാടിക്കേറിയ ശിവൻകുട്ടിയൊക്കെ ഇന്നും മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. അതേസമയം ഇന്ന് കോൺഗ്രസ് തീർത്തത് മാന്യതയുടെ മതിലായിരുന്നു. കാലം മാറി, കഥയും മാറി. ഇന്ന് കേരളം കേൾക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളാണ്. ഭരണകൂടത്തിന്റെ തണലിൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം സഭയിൽ ഉയരുമ്പോൾ പ്രതിരോധിക്കാൻ വാക്കുകളില്ലാതെ CPM ബെഞ്ചുകൾ നിശബ്ദമാകുന്നത് കേരളം കാണുകയാണ്. പിണറായി സർക്കാർ സ്വർണ്ണക്കൊള്ളയുടെ നിഴലിൽ നിൽക്കുമ്പോഴും സഭയുടെ അന്തസ്സ് തകർക്കാതെ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. കസേര തകർക്കുന്നതല്ല വീര്യം, മറിച്ച് ജനവികാരം സഭയിൽ കൃത്യമായി അവതരിപ്പിക്കുന്നതാണ് എന്ന പ്രതിപക്ഷത്തിന്റെ കടമ ആ കോൺഗ്രസ് തെളിയിച്ചു കഴിഞ്ഞു. ആ മാന്യതയ്ക്ക് മുന്നിൽ CPM തകർന്നു വീണു. ഒരു കാലത്ത് സഭ തല്ലി തകർക്കാൻ നോക്കിയവർ ഇന്ന് ആരോപണങ്ങൾക്ക് മുന്നിൽ തലകുനിച്ചിരിക്കുന്നു. ഇതാണ് കാലം കാത്തുവെച്ച കാവ്യനീതി.